പോലീസിലെ വിവിധ ബറ്റാലിയനിലേക്കുള്ള പുതിയ സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് തിരുവനന്തപുരത്ത് നടന്നു. പരിശീലനം പൂർത്തിയാക്കി 243 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. സേനാംഗങ്ങൾ പുതിയ കർത്തവ്യത്തിലേക്ക് കടക്കുമ്പോൾ കാര്യക്ഷമമായും ജാഗ്രതയോടെയും പ്രവർത്തിക്കണമെന്നും ക്രമസമാധാന ചുമതല ഉത്തരവാദിത്തമായി കാണണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയൻ, കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ, വനിതാ ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളാണ് ഇന്ന് പോലീസ് സേനയുടെ ഭാഗമായത്. 243 റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. സേനയ്ക്കിത് ചരിത്ര നിമിഷമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം ക്രമസമാധാനം ഉറപ്പുവരുത്തണമെന്നും ആഭ്യന്തരമന്ത്രി പുതിയ സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. സേനാംഗങ്ങൾക്ക് ലഭിച്ചത് വലിയ ഉത്തരവാദിത്തമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കേരള പോലീസ് എന്നും ഇന്ത്യയിലെ പോലീസിന് മാതൃകയാണ്. നാടിനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ ഈ ദൗത്യം 100% വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അച്ചടക്ക ബോധമുള്ള, കർത്തവ്യബോധമുള്ള ഒരു പോലീസ് സേനയിലെ അംഗം എന്ന നിലയിൽ അഭിമാനബോധത്തോടെ തലയുയർത്തിപ്പിടിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സത്യസന്ധമായി, ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ നിങ്ങൾ കർമ്മപഥത്തിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ ബറ്റാലിയൻ മേധാവിമാർ, പുതിയ സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.